ദേശീയപാതയിലെ ടോൾ പിരിവിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ആദ്യം സംസാരിക്കുന്നത്. പണി പോലും പൂർത്തിയാക്കാതെ നടക്കുന്ന ടോൾ പിരിവിനെതിരെ വിവിധയിടങ്ങളിലായി പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട്. അതിൽ ഏറ്റവും ശക്തമായ പ്രതിഷേധം കാസർഗോഡ് കുമ്പളയിൽ ആരിക്കാടിയിലാണ്. മറ്റൊന്നുള്ളത് കോഴിക്കോട് പന്തീരങ്കാവിലാണ്. രണ്ടിടത്തും സമാനമായ പ്രശ്നങ്ങളാണ് അവിടെയുള്ള പ്രദേശവാസികൾ ഉന്നയിക്കുന്നത്, അല്ലെങ്കിൽ പ്രതിഷേധക്കാർ ഉന്നയിക്കുന്നത്. ഒന്ന്, സർവീസ് റോഡ് ഗതാഗത യോഗ്യമാക്കിയിട്ടില്ല. മറ്റൊന്നുള്ളത് അവിടെയുള്ള പ്രദേശവാസികൾക്ക് സൗജന്യമായി ടോളിലൂടെ കടന്നു പോകാനുള്ള അനുമതി നൽകണം എന്നാവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഇതൊന്നും അനുവദിക്കാനാകാൻ കഴിയില്ല എന്ന ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അധികൃതരുള്ളത്. അപ്പോൾ ഇന്നലെയൊക്കെ ആ കുമ്പളയിലൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായി. കഴിഞ്ഞ 2-3 ദിവസമായി AK അഷ്റഫ് MLA യുടെ നേതൃത്വത്തിലായിരുന്നു അവിടെ സമരം നടന്നു വന്നിരുന്നത്. അപ്പോൾ ഇന്നലെ യുവജന സംഘടനകളൊക്കെ തന്നെ രാത്രിയോടുകൂടി അവിടെ ഈ ടോൾ ബൂത്തിലെത്തുകയും അവിടെയുള്ള ചില്ലുകളും ക്യാമറകളും ഒക്കെ അടിച്ചു തകർക്കുന്ന തരത്തിലേക്ക് ആ പ്രതിഷേധം അണപൊട്ടി ഒഴുകുന്നതാണ് നമ്മൾ കണ്ടത്. ഇവിടെ പന്തീരങ്കാവിലാണെങ്കിൽ ഇവിടെ കോൺഗ്രസ് DCC അധ്യക്ഷന്റെ നേതൃത്വത്തിലായിരുന്നു രാവിലെ ശക്തമായ പ്രതിഷേധമുണ്ടായത്. ടോൾ പിരിവ് നടത്താൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിന്നു. ഒടുവിൽ പോലീസ് എത്തി ഇവരെയൊക്കെ പ്രതിഷേധക്കാരെയൊക്കെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ഉണ്ടായത്. നോക്കൂ, ന്യായമായ ആവശ്യങ്ങൾ അവിടെയുള്ള പരിസരവാസികൾ ഉന്നയിച്ചിട്ടും അതുപോലും കണക്കിലെടുക്കുന്നില്ല, പരിഗണിക്കുന്നില്ല എന്നതാണ് ഇവിടെയുള്ള പ്രധാന പ്രശ്നം. യഥാർത്ഥത്തിൽ നടക്കുന്നത് പിടിച്ചുപറിയും കൊള്ളയും തന്നെയല്ലേ? അതാണ് ആദ്യം നമ്മൾ പരിശോധിക്കുന്നത്. പ്രൊമോസർ, നോക്കൂ, ഞാൻ ആ നിരക്ക് നോക്കിയപ്പോൾ തന്നെ ഒരു വശത്തൂടെ ഒന്ന് കടന്നു പോകണമെങ്കിൽ തന്നെ വലിയ തുക ആളുകൾ നൽകേണ്ടി വരികയാണ്. ഇത് സത്യത്തിൽ പണി പോലും പൂർത്തിയാക്കാതെ ഈ ടോൾ പിരിവ് അത് നടത്തുന്നത് അത് കൊള്ള തന്നെയല്ലേ യഥാർത്ഥത്തിൽ? ദിവ്യ, ഇതിൽ ആദ്യം നമ്മൾ കാണേണ്ട ഒരു വിഷയം, നമ്മളിപ്പോൾ ഇതിനെ ടോളെന്ന് വിളിക്കുന്നത് തന്നെ ഒരർത്ഥത്തിൽ ശരിയല്ല. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ പുതിയ ചട്ടങ്ങളനുസരിച്ച് ഇത് യൂസർ ഫീ ആണ്. ആ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ടോളെന്ന് പറയുന്നത് ഒരു കമ്പനിക്ക് നമ്മൾ അതിൻ്റെ നിർമ്മാണ ചുമതല ഏൽപ്പിച്ച് അത് പൂർത്തിയായതിനു ശേഷം അതിന് എത്ര തുക ചിലവായോ അത് മുഴുവൻ പിരിച്ചെടുക്കുന്നതിന് ഒരു കാലയളവ് വെച്ചുകൊണ്ട് പിരിക്കുന്നതിനെയാണ്. യൂസർ ഫീ എന്ന് പറയുന്നത് അതല്ല. യഥാർത്ഥത്തിൽ ഈ കമ്പനിക്ക് എത്ര ചിലവായോ അവർക്ക് അവരുടെ ലാഭവും വരെ അത് പിരിച്ചെടുക്കാം. പക്ഷെ അതിനുശേഷം അത് തുടർന്നു കൊണ്ടുപോകും. അത് സർക്കാർ തന്നെ തുടർന്നു കൊണ്ടുപോകുന്ന രീതിയിലാണ്. അതായത് നമ്മൾ എല്ലാ കാലത്തും ഈ പൈസ കൊടുത്തുകൊണ്ട് മാത്രമേ നമുക്ക് ആ വഴി ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. യൂസർ ഫീ എന്നുള്ളതാണ്. ആ യൂസർ ഫീ എങ്ങനെ നടപ്പാക്കണം എന്നത് സംബന്ധിച്ച ചട്ടങ്ങളാണ് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ യൂസർ ഫീ ചട്ടങ്ങളായിട്ട് പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഫീ അതിന് ചില നിബന്ധനകൾ വച്ചിട്ടുണ്ട്. ആ നിബന്ധനകളിൽ അതിൻ്റെ ചട്ടങ്ങളിൽ 8/1, 8/2 എന്ന് പറയുന്ന 2 വകുപ്പുകളിൽ പറയുന്ന കാര്യങ്ങൾ ആണ് ഈ കുമ്പളയിൽ യഥാർത്ഥത്തിൽ ലംഘിക്കപ്പെട്ടിരിക്കുന്നത് എന്നതാണ് അവിടുത്തെ ഒരു പ്രധാന പ്രശ്നമായി അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് നേരത്തെ ഇപ്പോൾ ദിവ്യ പറഞ്ഞത് കൂടാതെ ഉള്ള ഒരു പ്രധാന പ്രശ്നമായിട്ട് അവിടുത്തെ പ്രദേശക്കാർ ഉന്നയിക്കുന്നൊരു വിഷയമാണ്. അതായത് 60 കിലോമീറ്ററാണ് 2 ടോൾ പ്ലാസകൾ തമ്മിൽ ഉണ്ടാകേണ്ട ദൂരം. അതായിരിക്കണം. അതാണ് ഈ ചട്ടം, ഈ 8/1, 8/2 എന്ന് പറയുന്നത്. പക്ഷേ അതിന് പകരം അവിടെ തലശ്ശേരിയിലെ ടോൾ ബൂത്ത്, അത് ഏതാണ്ട് വളരെ കാലമായി പ്രവർത്തിക്കുന്ന ടോൾ ബൂത്താണ്. അത് കർണാടകയിൽ നിന്നിങ്ങോട്ട് തലപ്പാടിയിൽ നിന്നിങ്ങോട്ട് വരുമ്പോൾ തലപ്പാടിയിലാണത് പ്രവർത്തിക്കുന്നത്. ആ തലപ്പാടിയിലെ ടോൾ ബൂത്ത് വർഷങ്ങളായുള്ളതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നീട് ഒരു 60 കിലോമീറ്റർ വേണമല്ലോ. അതിന് പകരം ഒരു 22 കിലോമീറ്റർ ആകുമ്പോഴേക്കും അടുത്ത ടോൾ ബൂത്ത് വരികയാണ്. അവിടെയാണ് ഈ പറയുന്ന വലിയ തുക വീണ്ടും കൊടുക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നോക്കണം, ഈ 22 കിലോമീറ്ററിനുള്ളിൽ ഒരാൾ തലപ്പാടിക്ക് അപ്പുറത്ത് നിന്ന് 25 കിലോമീറ്റർ വരെയാണ് അയാൾക്ക് വരേണ്ടത് എന്ന് കരുതിക്കോളൂ. 25 കിലോമീറ്റർക്ക് ഒരാൾക്ക് യാത്ര ചെയ്യാൻ അതിനാവശ്യമായ അയാളുടെ പെട്രോൾ ചെലവ്, അല്ലെങ്കിൽ ഇനി അഥവാ ബസ്സിലോ അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും ആണെങ്കിൽ അതിനുള്ള ചെലവ് എല്ലാം പരിശോധിച്ച് നോക്കുക നമ്മൾ. അതുമായിട്ട് തട്ടിച്ചു നോക്കിക്കഴിഞ്ഞാൽ എത്ര വലിയ തുകയാണ് ഈ യൂസർ ഫീ ഇനത്തിൽ കൊടുക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത്രയും തുക കൊടുത്തുകൊണ്ട് ഈ ദൂരം 25 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്യേണ്ടി വരുന്ന ഒരാളെക്കുറിച്ച് സങ്കല്പിച്ച് നോക്കൂ. ഇത് സാധാരണ നിലയിൽ നമ്മൾ കണ്ടത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഈ ഹൈവേകളൊക്കെ ഉദ്ദേശിച്ചിരിക്കുന്നത് ദീർഘദൂരത്തേക്ക് വളരെ എളുപ്പത്തിൽ യാത്ര ചെയ്യുക എന്നുള്ള ലക്ഷ്യമാണല്ലോ ഇതിനുള്ളത്. അങ്ങനെ വളരെ ദൂരം യാത്ര ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരുപക്ഷെ ചിലവാക്കാൻ തീരുമാനിച്ചിട്ട് അവർ അതിന് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ആളുകളാണെന്ന് വേണമെന്ന് പറയാം. പക്ഷെ അങ്ങനെയല്ല. എനിക്കറിയാവുന്ന പ്രദേശമാണ് കാസർഗോഡും കാഞ്ഞങ്ങാടും ഒക്കെ. എൻ്റെ സ്ഥലമാണ്. അപ്പോൾ അവിടെ നിന്ന് കാഞ്ഞങ്ങാട് നിന്നൊക്കെ ഞങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ ഒരാൾ മംഗലാപുരം പോവുക എന്ന് പറയുന്നത് നമ്മൾ കണ്ണൂരേക്ക് പോകുന്ന പോലെയോ കോഴിക്കോടേക്ക് പോകുന്ന പോലെയോ അത്ര പോലും ഇല്ല.
അത് കുറേ കൂടി പിന്നെ എന്താ പറയുക, കുറേ കൂടി ദൂരത്ത് പോകുന്നതായിട്ടാണ് ഫീൽ ചെയ്യുക. മംഗലാപുരത്തേക്ക് നിത്യവും പോയി വരുന്ന ഹോസ്പിറ്റലുകൾ, വിദ്യാഭ്യാസ ആവശ്യത്തിനായി വിദ്യാർത്ഥികൾ പോകുന്നത്, അതുപോലെ തന്നെ കച്ചവട ആവശ്യത്തിന് പ്രധാനമായിട്ടും അവിടേക്ക് വരുന്ന പച്ചക്കറികൾ, അതുപോലെ തന്നെ പഴങ്ങൾ, ഇതെല്ലാം തന്നെ കാഞ്ഞങ്ങാട് എന്നൊക്കെ പറഞ്ഞ ചന്തയിലേക്കൊക്കെ എത്തുന്നത് മുഴുവൻ മംഗലാപുരത്തു നിന്നാണ്. അപ്പോൾ ഈ മംഗലാപുരം, കാസർഗോഡ് അല്ലെങ്കിൽ മംഗലാപുരം, കാഞ്ഞങ്ങാട്, പിന്നെ കണ്ണൂർ വരെയുള്ള ആ പ്രദേശം, അവിടെ ഒരു 2 സംസ്ഥാനങ്ങളാണിത് എന്നുള്ളതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ എന്താ പറയുക ഒരു സംസ്ഥാനാന്തര യാത്രയാണ് നമ്മൾ നടത്തുന്നതോ എന്നുള്ളതോ ഒന്നുമുള്ള ഫീലിംഗ് ഇല്ല. ഇപ്പോൾ മംഗലാപുരം എയർപോർട്ട് ദുബായിൽ നിന്ന് വരുന്നവരും പോകുന്നവരും ഒക്കെ ആയിട്ടുള്ള ഗൾഫ് പ്രവാസികൾ ധാരാളമായി ഉപയോഗിക്കുന്ന എയർപോർട്ടാണ് അത്. അവിടെ തന്നെ അറിയാമല്ലോ നമുക്ക്, അവിടെ മംഗലാപുരത്ത് പിന്നെ അവിടെ ദുരന്തം ഉണ്ടായപ്പോൾ എത്ര മലയാളികളാണ് മരിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഫീലിംഗ് ഉള്ള ഒരു പ്രദേശമേ അല്ല ഇത്, 2 സംസ്ഥാനങ്ങൾക്കിടയിലുള്ള ഒരു ഇതാണെന്നുള്ളത്. അതുകൊണ്ട് ആ യാത്ര സാധാരണമാണ്, വളരെ വളരെ സാധാരണമാണ്. മാത്രമല്ല അതുമാത്രമല്ല, ഇപ്പോൾ മംഗലാപുരത്തേക്ക് തന്നെ പോകണമെന്നില്ല. അതിനിടയിൽ പിന്നെ ഉടുപ്പി ആവട്ടെ, അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, ചില പ്രദേശങ്ങളുണ്ട് അവിടെ നമുക്ക് ലോക്കലായിട്ട് നമ്മൾ യാത്ര ചെയ്ത് വരുന്ന പ്രദേശം. അതെ, മണിപ്പാൽ വളരെ പ്രധാനപ്പെട്ട. അപ്പോൾ ആ ദൂരത്ത് അതിനിടയിൽ ഇത്രയും വലിയ തുക നിത്യേന യാത്ര ചെയ്യുന്ന ഒരാൾ കൊടുക്കേണ്ടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ബജറ്റിൽ വലിയ ആഘാതമുണ്ടാക്കുന്ന ഒരു സംഗതിയായിരിക്കും എന്നുള്ളത്. അത് വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു വിഷയമാണ്. അത് അഡ്രസ്സ് ചെയ്യാതെ, അതിനൊന്നും തയ്യാറാവാതെ ആണ് ഈ പറയുന്ന പിന്നെ ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ആലോചിക്കണം, അത് തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അവിടുത്തെ പ്രദേശത്തുകാരുടെ വികാരം എന്താണെന്നോ അവരുടെ പ്രശ്നം എന്താണെന്നോ മനസ്സിലാക്കാതെയുള്ള ഇത്തരം നടപടികൾ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്. മറ്റൊരു കാര്യം പറഞ്ഞു, ഇപ്പോൾ ഇവിടെ ഒളവണ്ടയിലുള്ള പന്തീരാങ്കാവ് ഈ വിഷയം, അവിടെയുള്ള ഒരു സ്കൂളിൻ്റെ കാര്യം അറിഞ്ഞു ഞാൻ. പന്തീരാങ്കാവിലുള്ള ഒരു സ്കൂളിന് അവർക്ക് 9 ബസ്സുകൾ പിന്നെ സർവീസ് നടത്തുന്നുണ്ട്. ഇത് മുഴുവൻ ഇതിലൂടെയാണ് പോകേണ്ടത്. കാരണം ഇപ്പോൾ സർവീസ് റോഡുകളൊന്നും റെഡി ആയിട്ടില്ല. അപ്പോൾ ഈ വഴി പോകണമെങ്കിൽ അവർക്ക് ദിവസം ഒരു ബസ്സിന് 230 രൂപ വെച്ച് പിന്നെ ഏതാണ്ട് മാസത്തേക്ക് 2 ലക്ഷത്തിൽ പരം രൂപ ടോൾ അടക്കേണ്ടി വരും എന്നുള്ളതാണ്. അത് കണ്ട് അവരിപ്പോൾ അത് ഗതാഗത മന്ത്രിയുടെ മുമ്പാകെ അത് ഉന്നയിക്കാൻ പോവുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പൊതുമരാമത്ത് മന്ത്രിയുടെ മുന്നിലും ഉന്നയിക്കാൻ പോവുകയാണെന്നാണ്. ഇതുപോലെ എത്ര വിഷയങ്ങൾ അവിടെ നിൽപ്പുണ്ടാവും. അപ്പോൾ അത് അഡ്രസ്സ് ചെയ്യാതെ, മാത്രമല്ല ഈ പറയുന്ന പ്രദേശങ്ങളിലൊന്നും തന്നെ ഇത് പൂർത്തിയായിട്ടില്ല. ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ അവിടെ പിന്നെ നമ്മുടെ ഈ വിഷയം ഉണ്ടായില്ല, മണ്ണിടിഞ്ഞു പോയ സ്ഥലത്ത് അല്ലേ, പാലാഴി അല്ലേ, ആ സ്ഥലത്ത് ഇത് നിൽക്കുകയാണ്. ഇപ്പോഴും സർവീസ് റോഡ് വഴിയാണ് അവിടെ കടന്നു പോകുന്നത്, ക്ലിയർ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തന്നെ കാസർഗോഡ് എത്തുന്നതിന് മുമ്പായിട്ട് കാസർഗോഡ് എത്തി അങ്ങ് മംഗലാപുരം വരെ കുറേ കൂടി ഭേദപ്പെട്ടൊരു സ്ട്രെച്ചാണ് ഇപ്പോഴുള്ളത്. പക്ഷേ കണ്ണൂർ കാസർഗോഡ് സ്ട്രെച്ച് ഒട്ടും തന്നെ ആയിട്ടില്ല. ആ റീച്ച് വളരെ പിന്നെ കുഴപ്പത്തിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് യഥാർത്ഥത്തിൽ മനുഷ്യവിരുദ്ധമായൊരു നടപടിയാണ് ഇത് ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞ് തുടങ്ങിയാൽ മതിയല്ലോ, എല്ലാം പെർഫെക്റ്റ് ആയതിനു ശേഷം. അതിനുശേഷമുള്ളൊരു കാലയളവ് ഇതിനെ വിൽക്കുന്നില്ലല്ലോ. അതുകൊണ്ട് എത്ര കാലത്തേക്കും ഇവർക്ക് പിരിച്ചെടുക്കാവുന്ന ഒരു സംഗതിയെ എന്തിനാണ് ഇതെല്ലാം പൂർത്തിയാവുന്നതിന് മുമ്പ് ഇത്ര വളരെ പെട്ടെന്ന് ഈ കമ്പനികളെ സഹായിക്കുക? ഇത് യഥാർത്ഥത്തിൽ നമ്മൾ കാണേണ്ടത് ആധുനിക കാലത്ത് അല്ലെങ്കിൽ പുതിയ ഈ മുതലാളിത്ത ഒരു വികസനം എന്ന സങ്കല്പത്തിൽ കടന്നു വരുന്ന ഇതിലേറ്റവും പ്രധാനമായിട്ടും ലാഭം നേടേണ്ടതായിട്ട് പൊതുവിൽ കണക്കാക്കപ്പെടുന്നത് ഈ കമ്പനികളാണ്, ഈ ഇടനിലക്കാരായിട്ടുള്ള കമ്പനികളാണ് എന്നുള്ളതാണ്. ഇതിൽ ഇപ്പോൾ നമുക്കറിയാവുന്നതാണ്, ചില സ്ട്രെച്ചുകൾ നിർമ്മിക്കാൻ അദാനിക്ക് കൊടുത്ത് അത് അവർ സബ് കോൺട്രാക്ട് എത്ര വലിയ കോടിക്കാണ് മറിച്ചു കൊടുത്തതെന്നൊക്കെയാണ്. അപ്പോൾ ഇത്തരം കച്ചവടങ്ങൾ നടക്കുക എന്നതാണ് വികസനത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം വളരെ എളുപ്പമാക്കി തീർക്കുക എന്ന ഒരു വ്യാജമുഖം പ്രദർശിപ്പിച്ചുകൊണ്ട് നടക്കുന്നത് എന്നാണ് നമ്മൾ കാണേണ്ടത്. അതിലേറ്റവും ഗുരുതരമായ ഒരു സാഹചര്യമാണ് അത് ആ ജനങ്ങളുടെ കൂടെ നിൽക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് എൻ്റെ ശരി. സർ, ദേശീയപാത നിർമ്മാണം പൂർത്തിയായി കഴിയുമ്പോൾ യാത്രയൊക്കെ സുഖമായിരിക്കും. പക്ഷേ ഇവിടെ നിന്ന് തിരുവനന്തപുരം വരെ ഒന്ന് പോയി വരാൻ നമ്മൾ ടോൾ കൊടുക്കാൻ വേണ്ടി മാത്രം വേറെ പണം കണ്ടെത്തേണ്ടി വരും അല്ലേ? അല്ല, അത് പറഞ്ഞാൽ പുതിയൊരു കോൺസെപ്റ്റാണ് ഈ യൂസർ ഫീ എന്ന് പറയുന്നത്. അവർ സർവീസ് തരുന്നു, അതിന് നമ്മൾ പൈസ കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെതായ മെച്ചങ്ങളുണ്ട്. സ്വാഭാവികമായിട്ട് നമുക്ക് വേഗത കൂടുന്നുണ്ട്, ഫ്യൂവൽ ഇന്ധന ചെലവ് കുറയും, സമയം ലാഭിക്കാം. അങ്ങനെ എന്ന് പറഞ്ഞാൽ ദേശീയപാതയിൽ നമ്മൾ യൂസർ ഫീ കൊടുത്ത് യാത്ര ചെയ്യുമ്പോൾ നമ്മളൊരു കസ്റ്റമറാണ്, മനസ്സിലായില്ല, നമ്മളതിൻ്റെ ഒരു കസ്റ്റമറായി മാറുകയാണ്. അപ്പോൾ കസ്റ്റമർ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും കസ്റ്റമർ പ്രൊട്ടക്ഷൻ ലോ അവിടെ അപ്ലിക്കബിൾ ആയിരിക്കണം. ഒരു കസ്റ്റമർക്ക് ഒരു പ്രോഡക്റ്റ് മേടിക്കുമ്പോൾ അല്ലെങ്കിൽ സർവീസ് മേടിക്കുമ്പോൾ എന്തെല്ലാം റൈറ്റ്സ് ഉണ്ടോ ആ റൈറ്റ്സിനെല്ലാം ഈ വണ്ടിയുമായിട്ട് റോട്ടിലിറങ്ങുന്ന ആൾക്ക് അർഹതയുണ്ട്.
അതാണ് അതിൻ്റെ ഏറ്റവും പ്രാഥമികമായുള്ള കാര്യം. അത് പാലിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കാസർഗോഡ് സംഭവിക്കുന്നത് എന്താണ്? കാസർഗോഡ് ഇപ്പോൾ തലപ്പാടി ചെങ്ങള റീച്ച് അതാണ് പണി പൂർത്തിയായത്. ULCSC അതാണ് അതിൻ്റെ വർക്ക് ഏറ്റെടുത്തത്. അവർ ഒരു നേരത്തെ തന്നെ പണി പൂർത്തിയാക്കി. അവിടെ ടോൾ പ്ലാസയുണ്ട്, തലപ്പാടിയിൽ ടോൾ പ്ലാസയുണ്ട്. ഇപ്പം പ്രൊഫസർ പറഞ്ഞ മാതിരി കാസർഗോട്ടുകാരെ സംബന്ധിച്ച് അവർ ഒരു കാപ്പി കുടിക്കാൻ പോകുന്ന സ്ഥലമാണ് മംഗലാപുരം. അവർ മംഗലാപുരത്തേക്ക് പോകുമ്പോൾ ഒരു ടോൾ പ്ലാസ നേരത്തെ കടന്നിട്ടാണ് പോകുന്നത്, തലപ്പാടിയിൽ ടോൾ പ്ലാസ. ഇപ്പോൾ ഇത് ഭയങ്കര തമാശയാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന ടോൾ പ്ലാസ എന്താണെന്നറിയോ? ഈ ചെങ്ങള തലപ്പാടി റീച്ചിന് വേണ്ടിയുള്ള ടോൾ പ്ലാസ അല്ല, ചെങ്ങള കാലിക്കടവ് റീച്ചുണ്ട്. ഈ കാസർഗോഡ് നഗരത്തിനടുത്തുള്ള ചെങ്ങളയിൽ നിന്ന് കാസർഗോഡ് കണ്ണൂർ ജില്ലാ അതിർത്തിയുള്ള കാലിക്കടവ് വരെയുള്ള റീച്ച്, ആ റീച്ചിലേക്കുള്ള ടോൾ പ്ലാസയാണ് ഇപ്പോൾ ആരിക്കാടിയിൽ, കുമ്പള ആരിക്കാടിയിൽ വെച്ചിരിക്കുന്നത്. ഈ റീച്ചിൻ്റെ അവസ്ഥ എന്താ പറയുക? ഞാൻ കഴിഞ്ഞ ആഴ്ച അതിലെ യാത്ര ചെയ്താണ്. ദുരിത യാത്രയാണ്. അവിടെ പണി എവിടെ എത്തിയിട്ടില്ലെന്ന് മാത്രമല്ല, താൽക്കാലിക സംവിധാനങ്ങൾ പോലും അങ്ങേയറ്റം ക്ലേശകരമായിട്ട് നമുക്ക് ആ റൂട്ടിലൂടെ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ പണി എവിടെ എത്തിയിട്ടില്ല. മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ ലിമിറ്റഡ് എന്ന് പറയുന്നൊരു കമ്പനിക്കാണ് അതിൻ്റെ ഉത്തരവാദിത്തം, കോൺട്രാക്ട് കൊടുത്തിരിക്കുന്നത്. ഈ കമ്പനിയുടെ തമാശ എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ വർഷം ജൂണിൽ ചെർക്കളയിൽ ഇതിൻ്റെ പ്രൊട്ടക്ഷൻ വാള് തകർന്നു വീണതിൻ്റെ പേരിൽ ബ്ലാക്ക് ലിസ്റ്റിൽ ഒരു വർഷത്തെ ഡീബാർമെൻ്റ് ഏർപ്പെടുത്തപ്പെട്ട കമ്പനിയാണ്. ആ പണി എവിടെയും എത്തിച്ചിട്ടില്ലാത്ത തെറ്റായ നടപടിയുടെ പേരിൽ NHAIയുടെ തന്നെ നടപടിക്ക് വിധേയമായ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് അവരുടെ ഒരു റീച്ചിന് വേണ്ടി പൂർത്തിയാകാത്ത എവിടെയും എത്താത്ത ഒരു റീച്ച്, അവർ 60% പൂർത്തിയായെന്നൊക്കെ അവർ അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ അവിടെ അതിലൂടെ യാത്ര ചെയ്യുന്ന ഒരാൾക്കും 60 പോയിട്ട് 30% പോലും പൂർത്തിയായെന്ന് പറയാൻ പറ്റില്ല. അവിടെ ആ തെക്കൽ ഭാഗത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ അപകട സാധ്യതകൾ ഇപ്പോഴും യാത്ര ചെയ്യുമ്പോൾ നമുക്ക് പേടിയാവും. അത്രയ്ക്കും ഭീകരമാണ് അവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത്. അവർക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ടോൾ പ്ലാസ കെട്ടിയിരിക്കുന്നത്. അതെങ്ങനെയാണ് ശരിയാകുക? ഇപ്പോൾ ചെങ്ങള കാലിക്കടവ് റീച്ചിലൂടെയുള്ള യാത്രയ്ക്ക് വേണ്ടിയിട്ട് കാസർഗോട്ടുകാരും കുമ്പളക്കാരും മഞ്ചേശ്വരത്തുള്ള ആളുകൾ എങ്ങനെയാണ് ടോൾ കൊടുക്കുക? എന്താണ് അതിൻ്റെ ലോജിക്ക്? ഉണ്ടല്ലോ, ഒരു മിനിമം ലോജിക്ക് അതിന് വേണമല്ലോ. ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്റ്റും അതിലെ കാര്യങ്ങളൊക്കെ വിട്ടേക്കും. ഒരു മിനിമം ലോജിക്ക് അതിന് വേണ്ടല്ലേ? ചെങ്ങള കാലിക്കടവ് റീച്ച് പണി എവിടെയും എത്തിയിട്ടില്ലാതെ ചെങ്ങള കാലിക്കടവ് റീച്ചിന് വേണ്ടിയുള്ള ടോൾ പ്ലാസ കുമ്പള ആരിക്കാടിയിൽ കെട്ടിയിട്ട് അവിടെ നിന്ന് പൈസ പിരിക്കുക എന്ന് പറയുന്നതിൻ്റെ സാമാന്യ യുക്തി എന്താണ്? ഇതിന് കേന്ദ്ര സർക്കാരും NHAI മറുപടി പറയണം. ഇനി നേരത്തെ പറഞ്ഞ NHAIയുടെ റൂൾസ് തന്നെ 60 കിലോമീറ്ററാണ് ഇതിൻ്റെ എന്താ പറയുക, അതിൻ്റെ പരിധി എന്ന് പറയുക. 60 കിലോമീറ്ററിനിടയിലെ ടോൾ പ്ലാസ കെട്ടാൻ പാടുള്ളൂ. ഇവിടെ 40 കിലോമീറ്ററിനുള്ളിൽ 45 കിലോമീറ്ററിനുള്ളിൽ 2 ടോൾ പ്ലാസ വരികയാണ്. കാസർഗോഡ് നിന്ന് ഒരാൾക്ക് മംഗലാപുരത്ത് ആശുപത്രിയിൽ പോയി വരാൻ മാത്രം 250 രൂപ ചിലവാകുകയാണ്. ഒരു സാധാരണ യാത്രയ്ക്ക് വേണ്ടി ചിലവാകുകയാണ്. നിത്യേന അങ്ങനെ പോയി വരുന്ന ആളുകളാണ്, മനസ്സിലാക്കണം. മംഗലാപുരത്ത് തൊഴിലെടുക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ കാസർഗോഡ്, മഞ്ചേശ്വർ, കുമ്പള ഭാഗങ്ങളിലുള്ളതാണ്. അത് സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് അതിനോട് പ്രതിഷേധം ഉണ്ടാവും. ആ പ്രതിഷേധം അവർ രേഖപ്പെടുത്തുകയാണ്. അതിൽ മഞ്ചേശ്വരത്ത് സെയിം കേസാണ് കോഴിക്കോടുള്ളത്. കോഴിക്കോട് പന്തിരാങ്കാവിൽ ടോൾ പ്ലാസ കിട്ടുമ്പോൾ നമുക്കറിയാം, മലാപ്പറമ്പ് ജംഗ്ഷൻ അവിടുത്തെ സർവീസ് റോഡുകൾ പൂർത്തിയായിട്ടില്ല, പലയിടത്തും സർവീസ് റോഡുകളായിട്ടില്ല. അപ്പം പൂർത്തിയാകാത്ത റോഡിന് എങ്ങനെയാണ് ടോൾ മേടിക്കുക? അപ്പോൾ പന്തിരാങ്കാവിൽ രാവിലെ കോൺഗ്രസ്സുകാർ വന്നൊരു ചട്ടപ്പടി സമരം നടത്തിപ്പോയി. പക്ഷേ മഞ്ചേശ്വരത്തുകാർ അങ്ങനെയല്ല. പ്രത്യേകിച്ച് അവിടുത്തെ MLA അഷ്റഫ് MLA എന്ന് പറയുന്ന ആൾ, ഞാൻ അത്രയും ജനകീയനായിട്ടുള്ളൊരു MLA സത്യം പറഞ്ഞാൽ കണ്ടിട്ടില്ല. അങ്ങേയറ്റം പോപ്പുലറായിട്ടുള്ളൊരു മനുഷ്യനാണ്, അസാധാരണമായ സംഘാടന ശേഷിയുള്ളൊരു MLA ആണ്. അപ്പോൾ അദ്ദേഹം ആ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നു. ആയിരക്കണക്കിന് ആളുകളാണ് ആ സമരത്തിൻ്റെ ഭാഗമാകുന്നത്. ഇപ്പോൾ 500 പേർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. MLA അറസ്റ്റ് ചെയ്യുന്നു, സമരം നടത്തുന്നവർക്ക് പോലീസ് കേസെടുക്കുന്നു. ഇതിലേറ്റവും ഗുരുതരമായ കാര്യം, ഈ ടോൾ പ്ലാസ ശരിയല്ല, ഇത് അനുവദിക്കരുതെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ആക്ഷൻ കമ്മിറ്റി ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുത്തിട്ടുണ്ട്. അതിലിതൊരു തീർപ്പാക്കിയിട്ടില്ല. ഇന്നലെ കലക്ടർ ജില്ലയിലെ MLA-മാരുടെ യോഗം വിളിച്ചു. എല്ലാ MLA-മാരും കക്ഷി ഭേദമന്യേ ഇത് ശരിയല്ല എന്ന് പറഞ്ഞു. അവരൊരു ഡിമാൻഡ്, ഒരു സിമ്പിൾ ഡിമാൻഡ് മുന്നോട്ട് വെച്ചു. നിങ്ങൾ ആ ഹൈക്കോടതിയിൽ നിന്നൊരു വിധി വരുന്നവർ വെയിറ്റ് ചെയ്യും. ഈ വിഷയത്തിൽ ഇത് സബ്ജുഡൈസ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ, അതുവരേക്കൊന്ന് വെയിറ്റ് ചെയ്യൂ. അതിന് പോലും ഒരു സന്നദ്ധമാവുന്നില്ല. ആർക്ക് വേണ്ടിയാണെന്ന് ആലോചിക്കണം. പണി പൂർത്തിയാക്കാത്ത, പണി എവിടെയും എത്തിക്കാത്ത, ഡീബാർ ചെയ്യപ്പെട്ട ഒരു കമ്പനി അവർക്ക് ഏൽപ്പിക്കപ്പെട്ട ആ റീച്ചിൻ്റെ പേരിൽ ഇവിടുന്ന് കൊള്ള നടത്തുകയാണ്. ഇത് ഹൈവേ കൊള്ളയാണ്. ഹൈവേ കൊള്ള തടയാൻ വേണ്ടി ഹൈവേ പോലീസിനെ ഏർപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ. അവർ പോയി തടയാണ് വേണ്ടത് യഥാർത്ഥത്തിൽ. ഇത് പച്ചയായ ഹൈവേ കൊള്ളയാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ അങ്ങേയറ്റം രോഷാകുലരാണ്. BJP ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിൻ്റെ പ്രവർത്തിയുടെ സമരത്തിൻ്റെ ഭാഗമാണ്. ഇന്നുണ്ടായൊരു രസകരമായ ഡെവലപ്മെൻ്റ് എന്ന് വെച്ചാൽ, BJP ജില്ലാ പ്രസിഡന്റ് ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്, ഇത് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പ്രസ്താവന ഇറക്കേണ്ടതെന്ന് അറിയോ? ജനങ്ങൾ എന്താണ് വിചാരിക്കുന്നതെന്ന്, ആ പൾസ് എന്താണെന്ന് BJPക്ക് മനസ്സിലായി. ഇപ്പോൾ മംഗലാപുരത്ത് നിന്ന് കാസർഗോഡേക്ക് പോകുന്ന BJP-കാരന് ടോൾ ഒഴിവാക്കി കൊടുക്കുന്നില്ലല്ലോ, അയാളും കൊടുക്കേണ്ടി വരും. അവരും സാധാരണക്കാരായ മനുഷ്യരാണ്. അപ്പോൾ അത് മനസ്സിലായി. ഞങ്ങൾ കേന്ദ്ര സർക്കാരുമായി ആലോചിച്ചിട്ട് പ്രശ്നം പരിഹരിക്കുമെന്നാണ് BJP ജില്ലാ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്
വളരെ പച്ചയായ പകൽ കൊള്ളയാണ്, ഹൈവേ കൊള്ളയാണ്. ഇപ്പോൾ യൂസർ ഫീ അല്ലെങ്കിൽ ടോൾ, ഇതുമായി ബന്ധപ്പെട്ട് പല ഡിബേറ്റുകളും നമ്മുടെ നാട്ടിലുണ്ട്. അതൊക്കെ മാറ്റി വെച്ചേക്കും. ഇതൊരു യാഥാർത്ഥ്യമാണെന്ന് വിചാരിക്കുക. യൂസർ ഫീ, ഒരു പബ്ലിക് അമ്യൂണിറ്റി ഉപയോഗിക്കുന്നതിന് യൂസർ ഫീ കൊടുക്കണം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി കഴിഞ്ഞു. അങ്ങനത്തെ ഒരു ഡെവലപ്മെൻറ്റ് മോഡലിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞു. ഓക്കെ, ഫൈൻ. അങ്ങനെയാണെങ്കിൽ അതിൻ്റേതായ റൂൾസ്, റെഗുലേഷൻസ്, എറ്റിക്വറ്റ്സ് ഉണ്ട്. ഇപ്പം നമ്മളൊരു യൂസർ ഫീ കൊടുത്ത് ഒരു സർവീസ് ഉപയോഗിക്കുകയാണെങ്കിൽ ആ യൂസർക്ക് ലഭിക്കേണ്ട അവകാശങ്ങളെല്ലാം ലഭിക്കണം. അത് നിയമപ്രകാരം നടക്കണം. അത് നടക്കുന്നില്ല എന്നുള്ളതാണ് ഇതിലെ പ്രശ്നം. ഇതിലൊരു ക്രൈസിസിൽ പെടാൻ പോകുന്ന CPM ആണ്. അത് ഞാൻ പറയുന്നത്. കാരണം CPM-നെ സംബന്ധിച്ചിടത്തോളം, പിണറായി വിജയൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റായിരുന്നു ഈ ഹൈവേ നിർമ്മാണം എന്ന് പറയുന്നത്. കാരണം ഇത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രോജക്റ്റ് ആണെങ്കിലും ഇത് കേരളത്തിൽ നടപ്പിലാക്കിയെടുക്കുന്നതിൽ പിണറായി വിജയൻ്റെ ഇച്ഛാശക്തിക്ക് വലിയ പങ്കുണ്ട്. അതിലൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഞങ്ങളുടെ മുഖ്യമന്ത്രിയുടെ ഇച്ഛാശക്തിയുടെ ബലത്തിലാണ് കേരളത്തിൽ നടപ്പിലാക്കിയത്. നോക്കൂ, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് ഒരു അടിപൊളി യാത്ര ചെയ്യാൻ പറ്റുന്ന അവസ്ഥയാണ് എന്ന് ജനങ്ങളോട് തെരഞ്ഞെടുപ്പിൽ പറയാൻ പറ്റുന്ന വിധം ഒരു ഷോക്കേസ് പ്രോജക്റ്റാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോഴാണ് ജനങ്ങളെ വെറുപ്പിക്കുന്ന ഈ പരിപാടി നടത്തുന്നത്. ഇതാരാണ് നടത്തുന്നത്? നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് നടത്തുന്നത്. സ്കൈലാർക്ക് എന്ന് പറയുന്ന ഒരു മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് ഏജൻസിയാണ് ഈ ആരിക്കാടിയിലെ ടോൾ പ്ലാസ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ സർക്കാർ ഗൗരവമായിട്ട് ഇടപെടണം. CPM-ഉം സർക്കാരും അവർക്ക് കുറച്ചുകൂടി ഉത്തരവാദിത്തമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ ജനരോഷം അടുത്ത തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഗുണകരമാകേണ്ടിയിരുന്നൊരു പ്രോജക്റ്റ് അവർക്കെതിരായി ജനരോഷം ഉണ്ടാക്കാനുള്ള ഒരു സംഗതിയായിട്ട് മാറാൻ പോവുകയാണ്. അതുകൊണ്ട് മറ്റാരേക്കാളും ഗൗരവത്തോടെ ഈ വിഷയത്തിൽ ഇടപെടാൻ CPM-ന് ഉത്തരവാദിത്തമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. യെസ്, അതാണ്. പണി പോലും പൂർത്തിയാക്കാതെ ടോൾ ഈടാക്കുന്നത് പിടിച്ചുപറിയാണ്, കൊള്ളയാണ്. അത് അധികൃതർ അത് പുനഃപരിശോധിക്കുമെന്ന് തന്നെ കരുതാം.